ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചേർത്തല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചേർത്തല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ച വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം ചേർത്തല നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി എബ്രഹാം നിർവഹിച്ചു. ഈ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ലോക പരിസ്ഥിതിയായിട്ട് നമ്മൾ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് കിടക്കണം. ഡോക്ടർ പറഞ്ഞ ശരിയാണ്. രണ്ടും ഒരു അപ്പുറം ഇതുമായിട്ട് നമുക്ക് ഏറ്റവും കണക്ട് ചെയ്യുന്നതാണ് ആയുർവേദം. തീർച്ചയായിട്ടും നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതുകൊണ്ട് ഇതെല്ലാം നമ്മളെ വെട്ടിക്കളയുന്ന നമുക്ക് എപ്പോഴും വെട്ടിക്കളയാനുള്ളതാണ്. അത് വളർന്നു വരണമെങ്കിൽ ഒരു വൃക്ഷം വളർന്നു വരണമെങ്കിൽ എത്രയോ വർഷങ്ങൾ 100-150 വർഷങ്ങളാണ് അവർ വളർന്നു വരുന്നത്. വെട്ടുക എന്ന് മാത്രമേ നമുക്ക് ചിന്തയുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ ജൂൺ 1 തുറക്കുമ്പോൾ നമ്മൾ പേരൻസ് നമ്മൾ എന്നാ പറയണം, പഠിക്കണമെന്ന് പറയണം. അല്ലെങ്കിൽ പഠിക്കരുത് അത് മാത്രമേ പറയുള്ളൂ പേരൻസ്. അവർ എന്ന് പറഞ്ഞ പോലെ വെട്ടിക്കളയാൻ എളുപ്പമാണ്, പക്ഷെ അത് ഒരു നട്ടു വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ഇതൊക്കെ പ്രാധാന്യം വളരെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നഗരത്തിൽ ജീവിക്കാനാണ്. എല്ലാം കാർബണും അതും ഇത് വണ്ടി മേഖലയൊക്കെ സ്വസ്ഥമായ എവിടെയെങ്കിലും ഇടുക്കി പോയ സ്ഥലങ്ങൾ, വയനാട് പോയ സ്ഥലങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളൊന്നും അവിടെയൊക്കെ ഏറ്റവും നമുക്ക് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും നല്ലൊരു അന്തരീക്ഷം ശുദ്ധമായി കിട്ടുന്ന രീതിയിൽ ആ ശുദ്ധമായി കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കൂടുതൽ കിട്ടുന്നത് ഏറ്റവും നമുക്കങ്ങനെ ഏറ്റവും ഒരു വഴിയെന്ന് പറഞ്ഞത് അതിനുള്ള മാർഗം എന്ന് പറഞ്ഞ് ഇതുപോലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളത്. പരിപാടിയിൽ ഡോക്ടർ അരുൺ ഭാസ്കർ അധ്യക്ഷനായി. ഫാർമസിസ്റ്റ് പി കെ പ്രസാദ്, ഡോക്ടർ സുജാലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു.